ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് തപസ് കാലത്തിലെ 5-ാം ഞായർ. നമ്മൾ ഈ വരുന്ന ഞായറാഴ്ച ഓശാന തിരുനാൾ, അതിൻ്റെ പിറ്റേ ഞായറാഴ്ച ഈസ്റ്റർ അങ്ങനെ കൊണ്ടാടും. ഈ തപസ് കാലത്തിലെ ആദ്യത്തെ 5 ഞായറാഴ്ചകളിലൂടെ ഈശോയെ നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരമായി കണ്ട് ആ ഈശോയിലും ഈശോയിലൂടെയും ഈശോയിലേക്കും പരിവർത്തനം ചെയ്യപ്പെടണം എന്നുള്ള ആഹ്വാനമാണ് തിരുസഭ നമുക്ക് നൽകുക. നമുക്കറിയാം, ഭൂമിയുടെ ആധാരമായി നിലകൊള്ളുന്നത് പഞ്ചഭൂതങ്ങളാണ്. നമ്മുടെ ശരീരത്തിൻ്റെയും ആധാരം ഈ പഞ്ചഭൂതങ്ങളാണ്. ഈ പഞ്ചഭൂതങ്ങളിലൂടെയാണ് നമ്മൾ പ്രപഞ്ചവുമായി ബന്ധപ്പെടുന്നത്. അങ്ങനെയാണ് നമ്മൾ ശരിക്കും ജീവിക്കുന്നത്. ആ പഞ്ചഭൂതങ്ങൾ, അതായത് ഖരം, ദ്രവം, വാതകം, അഗ്നി, ആകാശം. ഇപ്പോൾ പ്രപഞ്ചവുമായി ഈ 5 രീതിയിൽ നമ്മൾ ബന്ധപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവിടെയാണ് നമ്മുടെ ജീവിതത്തിന് യഥാർത്ഥ സൗഖ്യം, യഥാർത്ഥമായ ജീവൻ. നമ്മൾ തപസ്സുകാലത്തിലെ ഓരോ ഞായറാഴ്ചയിലും ഈശോയെ നമ്മൾ ഈ പഞ്ചഭൂതങ്ങളുടെ വെളിച്ചത്തിൽ കാണാൻ ശ്രമിച്ചു. ഒന്നാമത്തെ ആഴ്ചയിൽ ഖരം, അതായത് നമ്മൾ ഖര വസ്തുക്കളുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ ഓർമ്മപ്പെടുത്തുകയാണ്, മരുഭൂമി. രണ്ടാമത്തെ ആഴ്ചയിൽ നമ്മൾ ഒരു വിധത്തിൽ ആകാശം, അത് താബോർ മലയിൽ ഈശോയുടെ മഹത്വം വെളിവാകിയതാണ്. അപ്പം അതാണ് നമ്മൾ രണ്ടാമത്തെ ആഴ്ച കണ്ടത്. പിറ്റേ ആഴ്ച നമ്മൾ കണ്ടത് വെള്ളം ആണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത് തീ ആണ്. ഇന്ന് നമ്മൾ കാണുന്നത് വായുവാണ്. പ്രിയപ്പെട്ടവരെ, വായു പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്. ആ വായുവിലൂടെയാണ് നമുക്ക് ജീവൻ ഉള്ളത്. അപ്പം നമ്മൾ ഈ ആഴ്ചയിലെ വായനകൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എങ്ങനെ ഈശോ നമുക്ക് ജീവൻ്റെ അടിസ്ഥാനമാണ്, ജീവനാണ്, എങ്ങനെ അവിടുന്ന് പുനരുത്ഥാനമാണ് എന്നുള്ളതാണ്. ഈശോ എടുത്തു പറയുന്നുണ്ട്, ഞാൻ പുനരുത്ഥാനവും ജീവനുമാണ്. ആദ്യത്തെ മനുഷ്യൻ, പ്രിയപ്പെട്ടവർ, ജീവനുള്ളവനായി മാറിയത് അവനിലേക്ക് ദൈവം ശ്വസിച്ചപ്പോഴാണ്. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ആ ഉണങ്ങി വരേണ്ട അസ്ഥികളുടെ താഴ്വരയിൽ അതെല്ലാം ഒരുമിച്ചുകൂടി ഒരു മഹാസൈന്യമായി ശക്തിയോടെ ജീവനുള്ളതായി വന്നത് 4 ദിക്കിൽ നിന്നും വന്ന കാറ്റ് അടിച്ചുകൊണ്ടാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വായനകളിൽ ഒന്നാമത്തെ വായനയിൽ നമ്മൾ ശ്രവിക്കുന്നത്, ഞാൻ എൻ്റെ ജീവൻ നിങ്ങളിൽ സന്നിവേശിപ്പിക്കും എന്നുള്ള വലിയ വാഗ്ദാനമാണ്. എൻ്റെ ജീവനെ നിങ്ങളിൽ സന്നിവേശിപ്പിക്കും. ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല എന്ന്. പരിശുദ്ധാത്മാവാകുന്ന ആ ജീവവായുവിലൂടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഉത്ഥാനത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരിക. യേശുവിനെ മരിച്ചതിൽ നിന്നും ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളുണ്ടെങ്കിൽ ആ ആത്മാവ് മുഖേന നിങ്ങൾ ജീവനുള്ളവരായി മാറും, നിങ്ങൾ ഉത്ഥാനം അനുഭവിക്കും എന്ന് പൗലോസ് അപ്പോസ്തലനിലൂടെ ദൈവം വെളിപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നോക്കുക. ലാസറിന് പുനർജീവനേകുന്ന കർത്താവിനെയാണ് നമ്മൾ അവിടെ കാണുക. ആ അനുഭവത്തിലേക്ക് നമുക്കിന്നൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. കാരണം നമ്മിൽ നിന്ന് മരിച്ചുപോയവരുമായിട്ടുള്ള ബന്ധത്തെയും പരസ്പരമുള്ള ബന്ധത്തെയും എല്ലാം നിയന്ത്രിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ഈ സംഭവത്തിൽ വെളിവാകുന്നുണ്ട്. സ്നേഹം. ഈ മരിച്ചുപോയ ലാസറിനെ സ്നേഹിച്ച മർത്തായും മേരിയും ഈശോയെ കൂട്ടിക്കൊണ്ട് കല്ലറയിലേക്ക് പോവുക. എന്നിട്ട് കർത്താവിൻ്റെ ആജ്ഞ അനുസരിച്ച് കല്ല് ഉരുട്ടി മാറ്റുക. ഈ ലാസറോ കല്ലറയ്ക്കകത്തിരുന്ന് ചീഞ്ഞൊഴുകുന്ന ശവമാകുമ്പോഴും കർത്താവിൻ്റെ സ്വരത്തിനായി കാതോർത്തിരുന്നു. പ്രിയപ്പെട്ടവരെ, അവിടെ ലാസറേ പുറത്തു വരിക എന്നുള്ള കർത്താവിൻ്റെ വചനം കേട്ടപ്പോൾ അവൻ ജീവനുള്ളവനായി പുറത്തേക്ക് വരുക. അപ്പം അങ്ങനെ ഈശോയുടെ
പ്രിയപ്പെട്ടവരെ, വചനവും അതേപോലെ ശ്വാസവും ആണ് നമ്മൾ ഈ വായുവുമായിട്ടുള്ള വായുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരമായി കാണുമ്പോൾ നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽ വരേണ്ടത് കർത്താവിൻ്റെ വചനം എങ്ങനെ നമ്മളെ ജീവനിലേക്ക് കൊണ്ടുവരുന്നു, കർത്താവിൻ്റെ ശ്വാസം എങ്ങനെ നമ്മളെ ജീവനുള്ളതാക്കി മാറ്റുന്നു എന്ന് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വായന ഓർമ്മപ്പെടുത്തുക. നമ്മിൽ നിന്നും മരിച്ചുപോയവരുമായിട്ടുള്ള ബന്ധത്തിൽ അവരോടുള്ള നമ്മുടെ സ്നേഹം പ്രകടമാക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്നത്തെ സുവിശേഷം വെളിവാക്കുന്നുണ്ട്. പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ നമ്മളിവിടെ കാണുന്നത്. ഒന്നാമത്തേത്, കർത്താവിനെ കൂട്ടിക്കൊണ്ട് കല്ലറയിലേക്ക് പോകുന്നു. രണ്ടാമത്തേത്, കല്ലറയുടെ ആ വാതിൽക്കൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റുന്നു. മൂന്നാമത്തേതോ, പുറത്തു വരുന്ന ലാസറിൻ്റെ കെട്ടുപാടുകൾ അഴിച്ചു മാറ്റുന്നു. പ്രിയപ്പെട്ടവരെ, മനുഷ്യർക്ക് രക്ഷയേകാനായിട്ട് കടന്നു വന്ന പുനരുത്ഥാനവും ജീവനുമായ ഈശോനാഥൻ ആണ് നമുക്ക് ജീവൻ തരുന്നതും പുനരുത്ഥാനം തരുന്നതും. എന്നാൽ അതിൽ നമുക്ക് പങ്കുണ്ട്, സ്നേഹത്തിൻ്റെ പങ്ക്. സ്നേഹിക്കുന്നവർ കർത്താവിനെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോകുക, കല്ല് ഉരുട്ടി മാറ്റുന്നു, കെട്ടുപാടുകൾ അഴിച്ചു മാറ്റുന്നു. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ഉണ്ടല്ലോ, മരിച്ചുപോരുമായിട്ടുള്ള ബന്ധത്തിൽ മാത്രമല്ല, ജീവിക്കുന്നവരുടെ ഇടയിൽ പോലും ബന്ധങ്ങളിൽ പല ബന്ധങ്ങളും ബന്ധനങ്ങളായി മാറിയിട്ടുണ്ട്. ആ ബന്ധനങ്ങളായി മാറിയ ബന്ധങ്ങളെ വീണ്ടും ബന്ധങ്ങളാക്കുമ്പോഴാണ് നമുക്ക് ജീവൻ വരുന്നത്, പുനരുത്ഥാനം വരുന്നത്. നമ്മുടെ വലിയൊരു കടമ അതാ, ബന്ധനങ്ങളായി തീർന്ന ബന്ധങ്ങളെ സ്നേഹത്താൽ നിറച്ച് കർത്താവിൻ്റെ വചനത്തിനും ആത്മാവിനും അവിടേക്ക് പ്രവേശനം കൊടുത്ത് നമ്മുടെ എല്ലാ ബന്ധനങ്ങളെയും ബന്ധങ്ങളാക്കി നമുക്ക് മാറ്റണം. പലപ്പോഴും നമ്മുടെ ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറുന്നത് 4 അല്ല 5 കാര്യങ്ങളിലൂടെയാണ്. ഒന്നാമത്തേത് കുറ്റബോധം. മരിച്ചവരുമായിട്ടുള്ള ബന്ധത്തിലാകട്ടെ ജീവിച്ചിരിക്കുന്നവരുള്ള ബന്ധത്തിലാകട്ടെ കുറ്റബോധമുണ്ടെങ്കിൽ, എന്തിനെങ്കിലും വേണ്ടി ക്ഷമ ചോദിക്കാനുണ്ടെങ്കിൽ, ക്ഷമ ചോദിച്ച് ക്ഷമ വാങ്ങാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മുടെ ബന്ധനങ്ങൾ ബന്ധങ്ങളായി മാറുകയുള്ളൂ. രണ്ടാമത്തേത് വിരോധമാണ്. വിരോധത്തിൻ്റെ കെട്ടുപാടാണ്. ബന്ധങ്ങളിൽ വിരോധം വന്നാൽ, പിണക്കം വന്നാൽ, പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കുന്നതിലൂടെ ആ ബന്ധനങ്ങളെ വീണ്ടും ബന്ധങ്ങളാക്കി മാറ്റുക. സ്നേഹത്തിൻ്റെ വലിയ രൂപമാണല്ലോ ക്ഷമ എന്നത്. ക്ഷമിക്കുന്നതിലൂടെ നമ്മുടെ വിരോധം അകലും, അവിടെ നമ്മുടെ ബന്ധനങ്ങൾ ബന്ധങ്ങളായി മാറും. മൂന്നാമത്തേത് ആസക്തിയാണ്. ആസക്തി എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പകരം നമ്മൾ ആ വ്യക്തിയെ വയ്ക്കുന്ന രീതിയാണ്. നീ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാനാവില്ല എന്നുള്ളൊരു ചിന്താഗതി വരത്തില്ലേ. ദൈവത്തോട് മാത്രമേ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ, ദൈവമേ നീ ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാനാവില്ല, നീ ഇല്ലെങ്കിൽ ഞാനില്ല, നീ തന്നില്ലെങ്കിൽ എനിക്കൊന്നുമില്ല എന്നുള്ള നിലപാട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവിടെ ദൈവത്തെ പുനർപ്രതിഷ്ഠിക്കുമ്പോൾ, കർത്താവിൽ സംതൃപ്തി കൊള്ളുവാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ ആ ആസക്തികൾ അകലും, നമ്മുടെ ബന്ധനങ്ങൾ ബന്ധങ്ങളായി മാറും. നാലാമത്തെ ദുഃഖമാണ്. പലപ്പോഴും പലരും ഉണ്ടല്ലോ, ആ പരസ്പരമുള്ള ബന്ധങ്ങളിലും ജീവിതത്തിലും ഒത്തിരി നഷ്ടബോധത്താൽ നിറഞ്ഞിരിക്കുക. നഷ്ടബോധമാണ് ദുഃഖമുളവാക്കുന്നത്. എല്ലാം തന്നവനും എല്ലാവരെയും തന്നവനും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവൻ തന്നത് നഷ്ടപ്പെട്ടാൽ നമുക്ക് വീണ്ടും കിട്ടിയില്ലേ. ആ കർത്താവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ ദുഃഖങ്ങൾ സന്തോഷമായി മാറുക. അവിടെ നമ്മുടെ ബന്ധനങ്ങൾ ബന്ധങ്ങളായി മാറും. അഞ്ചാമത്തേത് ഭയമാണ്. ഈ ഈശോ കടന്നു വരുമ്പോൾ, ഉച്ചിതനായ ഈശോ കടന്നു വരുമ്പം പോലും ഭൂതം ഭൂതം എന്ന് പറഞ്ഞ് നിലവിളിക്കുക കർത്താവിൻ്റെ ശിഷ്യന്മാർ. കർത്താവ് പറയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ കർത്താവ്, നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ രക്ഷകൻ, നിങ്ങളുടെ കൂട്ടുകാരൻ നിങ്ങളോട് കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ഒരു വിശ്വാസത്തിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ഭയം അകലുന്നതും നമ്മുടെ ബന്ധനങ്ങൾ ബന്ധങ്ങളായി മാറുന്നതും. നമ്മിൽ നിന്നും മരിച്ചുപോരുമായിട്ടുള്ള ബന്ധത്തിൽ
പ്രിയപ്പെട്ടവരെ, ആ ബന്ധനങ്ങളെ അഴിച്ചു മാറ്റാനുള്ള വലിയ കടമ നമുക്കെല്ലാവർക്കുമുണ്ട്. അതോടൊപ്പം തന്നെ ഈ ലോകത്തിൽ ജീവിക്കുന്ന നമ്മുടെ കുടുംബത്തിലും കൂട്ടായ്മയിലും സമൂഹത്തിലുമുള്ളവരുമായിട്ടുള്ള ആ ബന്ധനങ്ങളായി പോയിട്ടുണ്ടെങ്കിൽ അവയെ തിരിച്ച് ബന്ധങ്ങളാക്കി മാറ്റാൻ സ്നേഹത്തിലൂടെ, വിശ്വാസത്തിലൂടെ, ദൈവവചനത്തെ ഉൾക്കൊള്ളുന്നതിലൂടെ, ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നതിലൂടെ നമ്മുടെ ബന്ധനങ്ങളെ ബന്ധങ്ങളാക്കി മാറ്റുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ജീവനും പുനരുത്ഥാനം ഉണ്ടാകും. നമ്മൾ അടുത്ത ആഴ്ചയിലേക്ക് കടന്നു വരുമ്പോൾ ഈശോയുടെ മരണവും ഉത്ഥാനവും പ്രത്യേകമായിട്ട് നമ്മൾ ആഘോഷിക്കാൻ പോകുക. നമ്മുടെ മരണത്തെയും നമ്മുടെ ഉത്ഥാനത്തെയും പ്രിയപ്പെട്ടവരെ നമ്മൾ കർത്താവിൻ്റെ മരണവും ഉത്ഥാനവുമായി ബന്ധിപ്പിക്കാൻ പോവുകയാണ്. കർത്താവിനോടൊത്ത് മരിക്കുന്നവർ അവിടുത്തോടൊത്ത് ഉത്ഥിതരായി എന്നും ജീവിക്കും എന്നതാണ് യാഥാർത്ഥ്യം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇങ്ങനെ 5 ആഴ്ചത്തെ തപസ്സുകാലത്തിലൂടെ വിശുദ്ധ വാരത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. നമുക്ക് ഒരിക്കൽ കൂടെ നമ്മളെ ഒന്ന് പരിശോധിക്കാം. എൻ്റെ ജീവിതത്തെ മരണത്തിലേക്ക് നയിക്കുന്ന തിന്മകളോ പാപങ്ങളോ എന്നിലുണ്ടോ? അതങ്ങ് വിട്ടുപേക്ഷിക്കുവാൻ തയ്യാറാകാം. എന്നെ ജീവിപ്പിക്കുന്ന, എന്നെ ഉത്ഥാനം ചെയ്യിക്കുന്ന സ്നേഹവും നന്മയും ക്ഷമയും അനുഗ്രഹവും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഉൾക്കൊള്ളാം. അങ്ങനെ യേശുവിനോടൊത്ത് മരിച്ച് ഉയർക്കുന്ന അനുഭവമാകട്ടെ നമുക്ക് ഈ തപസ്സുകാലവും വിശുദ്ധവാര ആഘോഷവും. അവിടെയാണ് നമ്മൾ യഥാർത്ഥ ക്രൈസ്തവരായി മാറുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. അവിടുന്ന് കടന്നു വരുക നമ്മുടെ ദുഃഖത്തിലേക്ക്, നമ്മുടെ വിഷമതകളിലേക്ക് അവിടുന്ന് കടന്നു വന്ന് നമുക്ക് രക്ഷ ചെയ്യുന്ന കർത്താവിൽ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.